മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് എന്തായാലും ഗുണകരമാണ്. ഏഴരശനി പൂർണ്ണമായും മാറിയിട്ടില്ല. 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും അതുപോലെ 9-ൽ സഞ്ചരിക്കുന്ന കേതു പിതാവിന് അത്ര നല്ലതല്ല. ഭാഗ്യത്തിന് തടസ്സമുണ്ടെങ്കിലും ഭാഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സത്തിൻ്റെയും കാര്യങ്ങളിലൊന്നും ഭയപ്പെട്ട് ആശങ്കപ്പെട്ട് മനസ്സ് പിന്നോട്ട് മാറുന്നൊരവസ്ഥ 3-ലെ രാഹു ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടു കൂടി, കൂടുതൽ ജാഗ്രതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇപ്പോൾ വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടമുണ്ട്. എന്നാൽ ശുക്രൻ 12-ൽ പോയി നിൽക്കുന്നത് കൊണ്ട്, ബുധനും 12-ൽ പോയി നിൽക്കുന്നത് കൊണ്ട്, ബുധൻ 12-ൽ മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്ന പ്രമാണമുള്ളത് കൊണ്ട് തങ്ങളുടെ കഴിവിൽ ഇവർക്ക് വളരെ വിജയം ഈ ആഴ്ചയുമുണ്ട്. എന്നാൽ ശുക്രൻ പോയി 12-ൽ നിൽക്കുന്നത് ഏത് കാര്യത്തിൽ, പ്രത്യേകിച്ചും കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെട്ടാൽ പോലും അവസാനം ഒറ്റപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. 12-ലെ ചൊവ്വയും ശാരീരികമായ അവശതയോ അപകട സാധ്യതയ്ക്കോ പണം മുടക്കേണ്ടി വരുമെന്നും കാണുന്നു. അതുകൊണ്ട് മനസ്സ് എപ്പോഴും ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രാർത്ഥനയോടുകൂടി ബലപ്പെടുത്തി വയ്ക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ചും മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. അതിനെ നേരിടാനുള്ള ശക്തി പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കുക. സാമ്പത്തികമായ നേട്ടം എന്തായാലും ഉണ്ട്. പ്രവർത്തന രംഗത്തും ദോഷമൊന്നും കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 8, 9 ആണ്.